സാഗർ സൂര്യയ്ക്കിത് നല്ല കാലം. ജോജോ ജോർജ് സംവിധാനം ചെയ്ത പണിയിൽ ഡോൺ സെബാസ്റ്റ്യൻ എന്ന വില്ലനായെത്തിയ ഈ നടന് പ്രകമ്പനം പുതിയ മുഖമാണ് നൽകിയിരിക്കുന്നത്. പ്രകമ്പനത്തിലെ പുണ്യാളൻ എന്ന കഥാപാത്രം നർമ്മവും ഊർജവുമുള്ള കോമഡി കഥാപാത്രമായി തിയേറ്ററിൽ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുകയാണ്. 2018 മഴവിൽ മനോരമയിലെ തട്ടിയും മുട്ടിയും എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ മിനി സ്ക്രീൻ രംഗത്ത് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയ സാഗർ സൂര്യ ഉപചാരപൂർവ്വം ഗുണ്ടാ ജയൻ എന്ന ചിത്രത്തിലൂടെയാണ് വെള്ളിത്തിരയിൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. പൃഥ്വിരാജ് ചിത്രമായ കുരുതിയിൽ സുപ്രധാന വേഷം ചെയ്ത സാഗർ ചിത്രത്തിൽ വിഷ്ണു എന്ന തന്റെ കഥാപാത്രത്തിലൂടെയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വേളയിൽ തന്നെ കുരുതിയിലെ അഭിനേതാക്കളായ സാഗർ സൂര്യ, നസ്ലിൻ എന്നിവർ ഭാവിയിലെ മികച്ച 2 താരങ്ങളാകുമെന്ന നടൻ പൃഥ്വിരാജിന്റെ പരാമർശവും ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. കുറി, ജോ ആൻഡ് ജോ, കാപ്പ, കാസർഗോൾഡ് തുടങ്ങിയ സിനിമകളിലും സാഗർ സൂര്യ ഭാഗമായി. ബിഗ് സ്ക്രീനിലെ അരങ്ങേറ്റത്തിന് ശേഷം റിയാലിറ്റി ഷോയായ ബിഗ് ബോസിന്റെ ഭാഗമായത് സാഗറിന്റെ കരിയറിൽ തന്നെ വലിയ മാറ്റമുണ്ടാക്കി. ബിഗ് ബോസിൽ നിന്ന് ലഭിച്ച ഫെയിമാണ് സാഗറിനെ പണിയിലെ ഡോൺ സെബാസ്റ്റ്യൻ എന്ന നിരൂപക പ്രശംസ നേടിയ വില്ലൻ കഥാപാത്രത്തിലേക്ക് എത്തിച്ചത്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപന വേളയിൽ ജൂറി ചെയർമാൻ പ്രകാശ് രാജ് പണി സിനിമയിൽ സാഗർ സൂര്യയും ജുനൈസ് വിപിയും അവതരിപ്പിച്ച നെഗറ്റീവ് വേഷങ്ങളെ പ്രത്യേകം പ്രശംസിച്ചതും ശ്രദ്ധേയമായി. തഗ് ലൈഫ് എന്ന സിനിമയോടനുബന്ധിച്ച് പേളി മാണിക്ക് നൽകിയ അഭിമുഖത്തിൽ കമലഹാസൻ, ജോജോ ജോർജിന്റെ സിനിമയിൽ 2 പേർ അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. അവരെ നോക്കൂ, അവരുടെ 2ാമത്തെയോ 3ാമത്തെയോ സിനിമയായിരിക്കും അത്. പക്ഷേ അവർക്ക് ആ വേഷം അത്രയും അറിയാമെന്നത് ആശ്ചര്യപ്പെടുത്തി എന്നൊരു പ്രസ്താവനയും നടത്തുകയുണ്ടായി. പ്രകമ്പനം സിനിമയിലൂടെ സ്വാഭാവിക കോമഡി ടൈമിംഗ് കൊണ്ട് സാഗർ സൂര്യ നിറഞ്ഞ കയ്യടി നേടുകയാണ്. നെഗറ്റീവ് റോളിൽ പ്രേക്ഷകരെ ഞെട്ടിച്ച നടൻ അതേ ആത്മവിശ്വാസത്തോടെ കോമഡി സ്പേസിലേക്ക് കടന്ന് പൊട്ടിച്ചിരിപ്പിക്കുന്നതിലൂടെ സാഗർ സൂര്യ ഇനിയും ഒരുപാട് സിനിമകളിൽ തിളങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്ന് തെളിയിക്കുകയാണ്.